ഇത്തവണത്തെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി പ്രത്യേകം താൽപ്പര്യമെടുത്ത് വിളിച്ചു ചേർത്തതായിരുന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്ന അജണ്ട കൂടി ഇതിൻ്റെ ഭാഗമായി മോദിയും അമിത്ഷായും മുന്നോട്ട് വച്ചിരുന്നു. എന്തുകൊണ്ടാണ് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ തിരക്കിട്ട് വനിതാ സംവരണം ഒരു ചർച്ചയാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്ന ചോദ്യം പാർലമെൻറ്റിനകത്തും പുറത്തും പല ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ കീഴിൽ കുടുംബാസൂത്രണം വിജയിപ്പിച്ച തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുമ്പോൾ നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളായി മാറും എന്ന ആശങ്ക വളരെ പ്രബലമായിരുന്ന സമ്മേളനത്തിൽ പല കോണുകളിൽ നിന്നുമുള്ള വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പഞ്ചാബും ജനസംഖ്യാപരമായി പിന്നോക്കമായതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിർണായക മേധാവിത്വമുള്ള ഒരു പാർലമെൻറ്റാണ് ഭാവിയിൽ രൂപപ്പെടുക എന്ന ആശങ്ക ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നു. വിവിധ പാർട്ടികളിലെ വനിതകളുടെ അതിശക്തമായ എതിർപ്പ് ഈ സമ്മേളനത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്നു. മഹുവ മൊയ്ത്രയെ പോലെ തൃണമൂലിൻ്റെ MP, സാഗരിക ഘോഷ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് കനിമൊഴി തുടങ്ങിയ മികച്ച പാർലമെൻറ്റേറിയന്മാർ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും ഒക്കെ സഭയിലിട്ട് ചവിട്ടിക്കൂട്ടി. ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരുന്ന ഒരു അവതരണം DMK നേതാവ് കനിമൊഴിയുടേതായിരുന്നു. അവർ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ, അമിത്ഷായുടെ വിഭജന നീക്കത്തെയൊക്കെ കൃത്യമായി തുറന്നു കാട്ടി.